കീടങ്ങളിൽ നിന്ന് നമുക്ക് അതിന് പുറത്തേക്ക് വരാൻ പറ്റുന്നു. നമ്മുടെ എല്ലാ ക്രോപ്സിനും നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് നമുക്ക് മനസ്സിലാക്കി. അടുത്ത പ്രൊഡക്റ്റ് ആണ് വൈറസ് പ്ലസ്. വൈറസ് എന്ന് പേര് പറഞ്ഞു കഴിഞ്ഞാൽ വൈറസ്. ഇന്ന് വൈറസ് നമുക്ക് എല്ലാവർക്കും അറിയാം. കൊറോണ എന്ന് പറഞ്ഞ വൈറസ് വന്നിട്ട് ആകെ കഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തെല്ലാം. അതുമാതിരി തന്നെ നമ്മൾ സീഡിലും കുറെ തരം വൈറസുകളുണ്ട്. ഇന്ന് വൈറസ് കംപ്ലീറ്റ് വൈറസ് ഏത് വൈറസ് ഉണ്ടായാലും കുറെ കാലം വരെ നമുക്ക് ഇന്ന് സേവ് ചെയ്യാൻ പറ്റും. അതിനുവേണ്ടി 2 തരം കോമ്പിനേഷനാണ് നമ്മൾ പറയുന്നത്. ഒന്ന് വൈറസ് പ്ലസ് MIV. വൈറസ് 2 ml അതുമാതിരി തന്നെ MIG-ന് 2, അല്ലെങ്കിൽ MI Citra 2 ml പിന്നെ 0.5 ml നമ്മുടെ സ്പ്രേ, ഈ MI സ്പ്രേ പ്ലസ്. ഇതിൽ ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ വൈറൽ ഇൻഫെക്ഷന് നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. ഈ വൈറസ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ പ്രൊഡക്റ്റ് ബേസിക്കലി അതൊരു ഇമ്മ്യൂൺ മോഡുലേറ്റർ ആണ്. അതായത് നമ്മളിപ്പോ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാൻ വേണ്ടി നമ്മൾ എല്ലാവരും 95 കഴിക്കാറുണ്ട്. അപ്പോൾ അത് നമ്മുടെ റെസിസ്റ്റൻസ് പവർ കൂട്ടുന്നു. അതേമാതിരി തന്നെ നമ്മുടെ ഓരോ പ്ലാന്റ്സിന്റെ വൈറസിന്റെ അഗേൻസ്റ്റ് വരുന്ന അതിന്റെ ഇമ്മ്യൂണിറ്റി കൂട്ടാനുള്ള കാര്യമാണ് ഈ 2 തരം കോമ്പിനേഷൻ നമുക്ക് കാണിക്കുന്നത്. അതായത് കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ലൈക്ക് MI Citra അലോങ് വിത്ത് വൈറസ്, അത് നമ്മൾ സ്പ്രേ ചെയ്യാൻ പറ്റും. പിന്നെ ഓൾറെഡി ഇൻഫെക്റ്റഡ് ഇലകളാണെങ്കിൽ, സ്പെഷ്യലി മഞ്ഞ കളർ വരുന്ന നേരത്തെ കാണിച്ച മാതിരി, അത് മഞ്ഞ കളറായിട്ട് മാറിക്കഴിഞ്ഞാൽ അതിന്റെ 60% ഞാൻ പറഞ്ഞ മാതിരി, ആ 60% ഉണ്ടെങ്കിൽ അതിന് നമുക്ക് ആ മഞ്ഞ കളർ വന്ന ഇലകളെ നമുക്കത് ഗ്രീൻ ആക്കാൻ പറ്റില്ല, അത് പച്ച കളറാക്കാൻ പറ്റില്ല. പക്ഷെ പുതിയ വരാൻ പോകുന്ന ഇലകൾ, പഴയ ഇലകൾക്ക് അറ്റാക്കായി വൈറസ് അറ്റാക്ക് ചെയ്തു, അത് മഞ്ഞ കളറായി, അതിൽ 60% കുറവാണെങ്കിൽ നമ്മൾ സ്പ്രേ ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്ന പുതിയ ഇലകളിനെ പച്ച കളറായിട്ട് മാറ്റാൻ നമുക്ക് പറ്റും. പക്ഷെ പഴയ ഇലകളിനെ നമുക്കത് കളറ് മാറ്റാൻ പറ്റില്ല. അപ്പോ കാരണം ഈ മഞ്ഞ കളർ വരിക എന്ന് പറഞ്ഞാൽ എല്ലാ ബയോകെമിക്കൽ റിയാക്ഷൻസ് അതായത് ബേസിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഓരോരോ ചെടികൾക്കും ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞ ഒരു പ്രൊസീജിയർ ഉണ്ട്. ഈ ഫോട്ടോസിന്തസിസ് ആ പ്രൊസീജിയറിന് ത്രൂ ആണ് നമ്മുടെ ഓരോ ചെടികളും അതിന്റെ ഫുഡ് ഉണ്ടാക്കും. മഞ്ഞ കളർ വന്നു കഴിഞ്ഞാൽ ഈ ഇലകളുടെ ഫോട്ടോസിന്തസിസിന്റെ പ്രോസസ് നിൽക്കുകയാണ്, അങ്ങനെ അത് സ്വന്തമായിട്ട് ചത്തു പോവുകയാണെന്ന് നമ്മൾ കാണും. അപ്പോൾ ഈ കോമ്പിനേഷൻ ചെയ്തു കഴിഞ്ഞാൽ മഞ്ഞ കളർ വന്ന സാധനം ഇല അവിടെ നിൽക്കുകയും പുതിയ വരുന്ന ഇല പച്ചയായും ആ ചെടിക്ക് ഒരു പുതിയ ജീവദാനം കിട്ടുകയാണ് കാണുന്നത്. വേറെ കാണുന്നതാണ് നമ്മൾ കുറെ ഈ വൈറസിന്റെ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ വരുന്ന മഞ്ഞ കളറിന്റെ ഓരോരോ ചെടികളെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ഇലകൾ കാണിക്കുന്നത്. ഇങ്ങനത്തെ ഇതിന്റെ ഫോട്ടോ എടുക്കാം. നിങ്ങളുടെ ഏരിയയിൽ ഇങ്ങനത്തെ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിൽ 60%-ലേക്കാട്ടും കൂടാൻ പാടില്ല. ഇതിൽ കാണുന്നത് മഞ്ഞ കളറും കാണുന്നുണ്ട്, അതുപോലെ തന്നെ പച്ച കളറും കാണുന്നുണ്ട്. കംപ്ലീറ്റ് മഞ്ഞായി കഴിഞ്ഞാൽ അത് 60%-ന്റെ മുകളിലേക്ക് പോയിരിക്കുകയാണ്, കംപ്ലീറ്റ് വരാൻ. അപ്പൊ ആ ചെടി ചത്തുപോയി. 60% ഉണ്ടെങ്കിൽ ഈ ഇലകൾ അങ്ങനെ നിൽക്കുകയും വരുന്ന പുതിയ ഇലകളെ